പക്ഷെ ചില സമയങ്ങളിൽ കർത്താവ് മിണ്ടാതിരിക്കും. അതിന്റെ അർത്ഥം ദൈവം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ദൈവം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. മനുഷ്യരുടെ സ്വഭാവമാണ് പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവം റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്ന ദൈവമല്ല. കാരണം നമുക്കറിയാം, നമ്മൾ ഓരോ മോട്ടിവേഷണൽ മെസ്സേജസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്കത് ഒരിക്കലും മോട്ടിവേഷൻ ഉണ്ടാക്കും, അല്ലേ? പക്ഷെ ദൈവത്തിന്റെ വചനം ഒരിക്കലും ഒരു മോട്ടിവേഷണൽ മെസ്സേജ് അല്ല. അതൊരു ലിവിങ് വേർഡാണ്. അത് ജീവനും ചൈതന്യമുള്ള വചനമെന്ന ദൈവത്തിന്റെ വചനത്തെ കുറിച്ച്. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും, അല്ലെങ്കിൽ വേദപുസ്തകത്തിലുള്ള ഓരോ വാക്കും ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളാണ്. അത് ജീവനാണ്. അത് നമ്മളെ ആക്റ്റീവ് ആക്കുന്നതാണ്, നമുക്ക് ചൈതന്യം വരുത്തുന്നതാണ്. നമുക്കറിയാം, ഒരു ഫാമർ ഒരു സീഡ് കൊണ്ടുപോയിട്ട് മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, കുഴിച്ചിട്ട ശേഷം അയാൾ ഓരോ ദിവസം പോയിട്ട് അതിങ്ങനെ ഡിഗ് ചെയ്ത് നോക്കത്തില്ല. എന്തായി നോക്കൂ. കാരണം നോക്കിയാൽ എന്ത് സംഭവിക്കും? അത് നശിച്ചു പോകാനിടയുണ്ട്, അത് വളർന്നു വരത്തില്ല. എന്ന് പറഞ്ഞ പോലെ ദൈവം ഒരു വാക്ക് നമ്മളെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിങ്ങനെ ഡിഗ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് ഓൾറെഡി അവിടെ ഉണ്ട്. സ്തോത്രം. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം റിപ്പീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് അത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പല നാളുകളിൽ പല ദിവസങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരെയും നോക്കി പറഞ്ഞ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ വചനങ്ങൾ, അതതിന്റെ പ്രവൃത്തി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ കാണുന്നില്ല. ഹല്ലേലൂയ. നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടാകത്തില്ല. നമ്മളത് ഡിഗ് ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മളവിടെ പരാജയപ്പെട്ടു പോകുന്നത്. സ്തോത്രം. അതിന്റെ പ്രവർത്തികൾ നമ്മൾ അറിയാത്ത മണ്ഡലങ്ങളിൽ കർത്താവിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ടൈമിങ്ങിനായിട്ട് ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. അബ്രഹാമിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ മഹത്തായ പ്രതിഫലവും നിന്റെ പരിചയമാകുന്നു എന്ന് പറഞ്ഞു. 15-ാം അധ്യായം 30. അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ഹല്ലേലൂയ പരിചയമാകും, നിന്റെ മഹത്തായ പ്രതിഫലം ഞാനാകും. അപ്പൊ അബ്രഹാം കർത്താവിനോട് തിരിച്ചു ചോദിച്ചു, കർത്താവെ, എന്തുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എനിക്ക് എൻ്റെ കാലം കഴിഞ്ഞ് എനിക്കൊരു അവകാശമില്ല, എനിക്കൊരു മകനില്ല. പക്ഷെ ഞാൻ നിന്നോട് ചോദിച്ചിട്ട് നീ എനിക്ക് തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് തമ്പുരാൻ പറഞ്ഞു, ഇതുപോലെ മക്കളെ ഞാൻ നിനക്ക് തരും. അത് ദൈവം പറഞ്ഞ വാക്കാണ്. പക്ഷെ നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ ഒരു ലോങ് ടൈമിൽ അബ്രഹാമിനോട് ദൈവം ഇങ്ങനെ എൻകറേജ് ചെയ്ത് ഇത് ഓർപ്പിച്ചുകൊണ്ട് നടക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ദൈവം അവിടെ പറഞ്ഞു, അവിടെ കഴിഞ്ഞു. പക്ഷെ പിന്നീടുള്ള ആ പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത് ലോങ് ഇയേഴ്സ് ആയിരുന്നു. അബ്രഹാം ദൈവം പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അബ്രഹാം അത് ഇടയ്ക്കിടയ്ക്ക് കിഴിയാനോ അല്ലെങ്കിൽ പിന്നെയും അത് പറഞ്ഞ് കർത്താവിനോട് വഴക്കുകൂടാനൊന്നും പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. അബ്രഹാം അതുപോലെ വിശ്വസിച്ചു. കാരണം എന്നെ നോക്കി പറഞ്ഞതൊരു മനുഷ്യനല്ല, ദൈവമാണ്. അബ്രഹാം വിശ്വസിച്ച് ദൈവത്തെ പിന്തുടരാൻ തുടങ്ങിയപ്പോൾ ദൈവം ഓരോ കാര്യങ്ങളും അബ്രഹാം അതുപോലെ അനുസരിച്ചു. താനായിരിക്കുന്ന ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്തിറങ്ങാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടപ്പോൾ അതുപോലെ ഒരു ദൈവപ്രവൃത്തിക്ക് അനുസരണമായ ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് അബ്രഹാം മാറാനിടയായി. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചതുപോലെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷത്തെ അബ്രഹാം ദൈവം പറഞ്ഞ വഴികളിലൂടെ നടന്നപ്പോൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നു. നിന്റെ ചാർച്ചക്കാരെ നിന്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകാ എന്ന് അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ ഒരൈഡിയയിൽ അബ്രഹാം എങ്ങോട്ടാ പോകേണ്ടതെന്ന്. പക്ഷെ ദൈവം പറഞ്ഞതനുസരിച്ച് വിടേണ്ടതിനെല്ലാം വിട്ടുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം പറഞ്ഞ ഒരു സത്യമനാൽ ദൈവം പറഞ്ഞ അന്തരീക്ഷത്തിലോട്ട്, ദൈവം പറഞ്ഞ അറ്റ്മോസ്ഫിയറിലോട്ട് അബ്രഹാം കാലെടുത്ത് വെച്ചപ്പോൾ സ്തോത്രം, ദൈവത്തിന്റെ പ്രവർത്തികളും അബ്രഹാമിന്റെ യാത്രയ്ക്കനുസരിച്ച് അബ്രഹാം അറിയാതെ വേഗത കൂടിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ അനുസരണം വലിയ ആവശ്യമാണ്, അപ്പോൾ തന്നെ വിശ്വാസവും ഇവിടെ ആവശ്യമാണ്. അബ്രഹാം യാത്ര തുടങ്ങിയപ്പോൾ സ്തോത്രം, വർഷങ്ങൾ കഴിഞ്ഞ്, അബ്രഹാം പോലും അറിഞ്ഞു കാണില്ല ഈ വർഷങ്ങൾ കഴിഞ്ഞത്. അവൻ ഓരോ ദിവസവും നാളുകൾ എണ്ണിക്കൊണ്ടിരുന്നു വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി. ദൈവം അവന്റെ ബോഡിയെ, അല്ലെങ്കിൽ അവനോട് ദൈവം പറഞ്ഞ നേഷൻസിനൊക്കെ ദൈവം ഒരു സൈഡില് അവന് വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ദൈവം നമ്മെ നോക്കി വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് ഉവ്വെന്ന് തന്നെയാണ്. സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലോട്ട് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സ്തോത്രം, ഹല്ലേലൂയ, എബ്രായർ 11 ഇങ്ങനെ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണമെന്ന് വരുമാറ് ദൈവം
ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഈ ലോകം നിർമ്മിക്കപ്പെട്ടത് ദൈവത്തിന്റെ വചനത്താലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മെ നോക്കി ഒക്കെ പറഞ്ഞിട്ടുള്ള ഈ വചനങ്ങള്, അതിനെല്ലാം ഒരു സൃഷ്ടിയുടെ ദിനമുണ്ട്. സ്തോത്രം. അതിന്റെ ഒരു പൂർത്തീകരണത്തിന്റെ, അതിന്റെ ഒരു ഫുൾഫിൽമെന്റ് ദിനത്തിലോട്ട് കർത്താവ് നമ്മെ കൊണ്ടുവരിക. സ്തോത്രം. അത് നമ്മൾ എങ്ങനെ അറിയുന്നത്? വിശ്വാസത്താൽ നമ്മൾ അറിയുന്നത്. സ്തോത്രം. അത് നമ്മൾ ആശിക്കണം. നമ്മൾ പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ വളരെ ആശിക്കണം. നമ്മൾ അതിനുവേണ്ടി കൊതിക്കണം. സ്തോത്രം. അപ്പുറമായിട്ട് അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ സ്തോത്രം, അതിന്റെ നിശ്ചയ പൂർത്തി അല്ലെങ്കിൽ അതിന്റെ ഒരു പൂർത്തീകരണത്തിലോട്ട് കർത്താവ് നമ്മെ എത്തിക്കാനിടയായിത്തീരും. വേറെ ചില വചനങ്ങളുണ്ട്. യെശയ്യാ പ്രവചനത്തില് 55-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. കർത്താവ് പറഞ്ഞ വചനങ്ങൾ ഒരിക്കലും അത് വെറുതെ മടങ്ങി വരത്തില്ല. ദൈവത്തിന്റെ പർപ്പസ്, ദൈവത്തിന്റെ പ്ലാന് നമ്മുടെ ലൈഫിൽ കർത്താവ് പൂർണ്ണമായിട്ടും ചെയ്ത് തന്നെ കർത്താവ് വചനത്തെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുന്നതായിട്ട് ദൈവവചനം നമ്മെ കാണിക്കുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, അബ്രഹാമിന്റെ ലൈഫിൽ ഒരു പീരീഡ് ദൈവം ഇടപെടാത്ത ഒരു സൈലൻസിന്റെ ഒരു ലോങ് പീരീഡ് അബ്രഹാമിന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷെ അബ്രഹാം ഗിവപ്പ് ചെയ്തില്ല. സ്തോത്രം. മറ്റാരും തന്റെ കൂടെ ഇല്ലായിരുന്നപ്പോഴും ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് അബ്രഹാം മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ സ്തോത്രം, വാഗ്ദത്തവും അവനോടൊപ്പം അവൻ കാണാത്ത നിലവാരത്തിൽ ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് വേണ്ടി വാഗ്ദത്തം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കും. അതിനൊരു ടൈം നമ്മൾ കൊടുക്കണം. സ്തോത്രം. ചാടി പുറപ്പെട്ടിട്ടും കാര്യമില്ല, തിടുക്കപ്പെട്ടിട്ടും കാര്യമില്ല. ചില കാര്യങ്ങളൊക്കെ അബ്രഹാമിനെ ദൈവത്തിന് പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ തന്നെ സ്തോത്രം, ദൈവത്തിന്റെ ആ വാഗ്ദത്ത ദൈവത്തെ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരുപാട് കാര്യങ്ങൾ കർത്താവ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും സംഭവിക്കുന്ന അഷുറൻസ് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമുക്കറിയാം, നമ്മളൊരു ഇമെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വ്യക്തിയുടെ അടുത്ത് എത്തിയോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുക അത് സെൻഡ് ആയിട്ടുണ്ടെന്ന്. പക്ഷെ അത് വ്യക്തി കാണുന്നതിനും മറുപടി തരുന്നതിനൊക്കെ ഒരു ടൈം എടുക്കും, അല്ലെ എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം, ദൈവത്തോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ദൈവം അത് കേട്ട് അതിൽ കർത്താവിന്റെ പദ്ധതികളെ ദൈവത്തിന് നിറവേറ്റുന്നതിനൊരു ടൈമുണ്ട്. സ്തോത്രം. അതിനെ നമ്മൾ വിശ്വസിക്കണം. അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആർക്കും അതിനെ എന്താ പറയാ, പിടിച്ചു വാങ്ങാനോ സ്വിച്ചിട്ട പോലെ ഇപ്പൊ തന്നെ പ്രവർത്തിക്കണേ കർത്താവേ എന്നൊന്നും പറയാനുള്ള റൈറ്റ് നമുക്കില്ല. അത് ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മൾ വിടുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്, ആശ്രയം എന്ന് പറയുന്നത്. ഈ ആശ്രയവും വിശ്വാസം ഉള്ളിടത്ത് വാഗ്ദത്തങ്ങളുടെ നിവർത്തി കാണാതെ ആരും പോകത്തില്ല. സ്തോത്രം. സ്തോത്രം. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ദൈവത്തെ ആഴമായിട്ട് വിശ്വസിക്കുമ്പോൾ ചില സൈലൻസുകൾ നമ്മൾ അറിയാതെ നമ്മുടെ ലൈഫിൽ അത് നമുക്കൊരു ശീലമായിട്ട് മാറും. എപ്പോഴും ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന്, അല്ലെങ്കിൽ എപ്പോഴും ഒരു പ്രവചനം എനിക്ക് കേൾക്കണമെന്നോ, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഫ്രഷ് വേർഡ് എനിക്ക് കിട്ടണമെന്നോ ഒരു ശാഠ്യം നമുക്കില്ലാത്ത നിലവാരത്തിലോട്ട് ദൈവവുമായിട്ടുള്ള യാത്ര. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹിതനെന്നാണ് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്. കാരണം അവർ തമ്മിൽ അത്രയും ബോണ്ടായിരുന്നു. എന്റെ രഹസ്യങ്ങളും ദൈവത്തിന് കൈമാറാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലവാരത്തിലോട്ട് അബ്രഹാം വിശ്വാസത്തിൽ ഉയർത്തപ്പെട്ടു. സ്തോത്രം. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ, മനുഷ്യ നിലയിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അബ്രഹാമിന്റെ ലൈഫിൽ ദൈവം ചെയ്തെടുത്തത്. ചുമ്മാതെയല്ല ദൈവം വിശ്വാസികളുടെ പിതാവ് എന്ന അബ്രഹാമിനെ നോക്കി വിളിച്ചത്. സ്തോത്രം. അത്രമാത്രം വില കൊടുത്ത് വിശ്വാസത്തിന് വേണ്ടി നിന്നു. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മൾ വിശ്വസിക്കണം. നമ്മളെ നോക്കി കർത്താവ് പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളുടെയും പൂർത്തീകരണത്തിനൊരു സമയമുണ്ട്. സ്തോത്രം. സ്തോത്രം. ഒരുപക്ഷെ ഇന്ന് ദൈവം മൗനമായിട്ടിരിക്കുന്നത് പോലെ കർത്താവേ, ന്യായം എന്റെ ഭാഗത്തുണ്ടായിട്ട് പലപ്പോഴും പലർക്കു വേണ്ടിയേക്കും പല കാര്യങ്ങളും ചെയ്തിട്ട് നമ്മളെ കറിവേപ്പില പോലേക്കും വലിച്ചെറിയുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെയൊക്കെ ലൈഫിൽ വന്നിട്ടില്ലേ? സ്തോത്രം. ന്യായം പറയേണ്ടടുത്ത് ന്യായം പറയാൻ കഴിയാതെ വണ്ണം മിണ്ടാതിരിക്കേണ്ട അനുഭവങ്ങൾ വന്നിട്ടില്ലേ? എന്നാൽ സ്തോത്രം, വചനം എന്ന് പറയുക. സ്തോത്രം. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ അതിമഹത്തായ പ്രതിഫലമാകും. പലയിടത്തുനിന്നും കിട്ടേണ്ട പ്രതിഫലങ്ങൾ, കിട്ടേണ്ട അപ്രീസിയേഷൻ, അല്ലെങ്കിൽ കിട്ടേണ്ട നന്മകളൊക്കെ നമ്മളിൽ നിന്ന് തട്ടി മാറ്റപ്പെടുമ്പോൾ അവിടെ നിരാശപ്പെടേണ്ട കാര്യമില്ല. പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, സ്തോത്രം, ഞാൻ നിന്റെ അതിമഹത്തായ
പ്രതിഫലമാ. സ്തോത്രം. ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ നേരെ വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതെ നമ്മൾ മൗനമായിട്ടിരിക്കുമ്പോൾ ഈ പകൽക്കാലം അബ്രഹാമിനോട് പറഞ്ഞ് കർത്താവ് നമ്മെ നോക്കി പറയുന്ന ഒരു കാര്യം, ഞാൻ നിന്റെ ഡിഫൻഡറാ, ഞാൻ നിന്റെ പ്രതിരോധമാ. സ്തോത്രം. ഞാൻ നിന്റെ പരിചയ. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കണം. അബ്രഹാമിനോട് പറഞ്ഞ ആ ഭാഗത്തൊക്കെ നമ്മുടെ പേര് കൂട്ടി നമ്മൾ വായിക്കണം. സ്തോത്രം. കർത്താവ് എന്റെ പരിചയ, കർത്താവാണ് എന്റെ അതിമഹത്തായ പ്രതിഫലം. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഞാൻ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിനു വേണ്ടി ഞാൻ ഒഴുക്കുന്ന ഓരോ കണ്ണുനീരിനെ അല്ലെങ്കിൽ അതിനെ അളന്നെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്റെ പ്രതിഫലമാകുമ്പോൾ എത്ര വലിയ വചനമാണ്. നോക്കിക്കേ, അബ്രഹാമിനെ നോക്കി ദൈവം പറയുന്നത്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും അബ്രഹാമിന് വേണോ? സ്തോത്രം. ഹല്ലേലൂയ. ഇറ്റ് വാസ് മോർ ദാൻ ഇനഫ് ഫോർ അബ്രഹാം. അവന് അത്രത്തോളം ദൈവത്തെ അവൻ രുചിച്ചറിയാൻ ഇടയായിത്തീർന്നു. നമ്മളോടൊക്കെ കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന്റെ ആഴം എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ വാക്യം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കാൻ ഇടയായിരുന്നു. ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാ. സ്തോത്രം. നമ്മളൊക്കെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രതിഫലങ്ങൾ ആഗ്രഹിക്കുന്നവരാ. പക്ഷേ ഹല്ലേലൂയ, നമുക്ക് പലപ്പോഴും പ്രതിഫലങ്ങൾ കിട്ടാതെയും തട്ടി മാറ്റപ്പെടുകയും ലഭിക്കേണ്ട നന്മകൾ ലഭിക്കേണ്ട സമയത്ത് കിട്ടാതാകുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് വിശ്വസിക്കണം, എന്റെ അതിമഹത്തായ പ്രതിഫലം എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വാക്ക് എന്നെ നോക്കി ദൈവം പറഞ്ഞിരിക്കുന്ന, എന്റെ കുടുംബത്തെ നോക്കി ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കും അത് മാറിപ്പോകത്തില്ല. കാരണം എന്റെ ദൈവം വാക്ക് മാറ്റുന്ന ദൈവമല്ല, അവിടുന്ന് മനുഷ്യനല്ല. അവിടുന്ന് ദൈവമായി തന്നെ എന്നോട് കൂടെ ഇരുന്ന് എന്റെ ഭവനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നാം വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ലൈഫ് വെളിപ്പെടാൻ തൊക്കെ ഇടയായിത്തീരും. സ്തോത്രം. നമുക്ക് വാക്യം കൂടി വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പല വാക്യങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ എടുക്കാൻ സമയമില്ലാത്തവണ്ണം എടുക്കുന്നില്ല. സ്തോത്രം. സാംസ് 33:9 ഉണ്ട്, എബ്രായർ 4:12, അതുപോലെ ലൂക്കോസ് 1:37. ഇവിടെയൊക്കെയും ദൈവത്തിന്റെ വാക്കുകളിൽ, ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ ചെയ്തെടുക്കുന്ന ക്രിയകളെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24:35 ഇങ്ങനെ പറയുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ എന്റെ വചനങ്ങൾ ഒരു നാളും മാറിപ്പോകത്തില്ല, എന്റെ വചനങ്ങൾ നീങ്ങിപ്പോകത്തില്ല. സ്വത്രം. നിങ്ങൾ നമ്മെ നോക്കി പറഞ്ഞ ദൈവിക വചനങ്ങൾ, ദൈവിക വാഗ്ദത്തങ്ങൾ ഒരിക്കലും അത് നീങ്ങിപ്പോകത്തില്ല. അത് ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. വിശ്വസിക്കുക. തിരശ്ശീലയ്ക്ക് അപ്പുറം ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ അതിമഹത്തായ വാഗ്ദത്ത പൂർത്തീകരണം നമ്മുടെ കരങ്ങൾക്ക് നമ്മെ വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഈ പകൽക്കാലം വിശ്വസിക്കണം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന നന്മകൾ, അങ്ങ് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന എന്റെ കുടുംബത്തെ നോക്കി പറഞ്ഞ എന്റെ ബുദ്ധിക്ക് അതീതമായിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിലോട്ടുള്ള യാത്രയിൽ അങ്ങ് എന്റെ കൂടെ ഉള്ളതിനായിട്ട് നന്ദി കർത്താവേ എന്ന് പറഞ്ഞു തുടങ്ങിക്കേ. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി കർത്താവ് നമ്മെ ഒരുക്കും, കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവ്, ഹല്ലേലൂയ. ഈ പകൽക്കാലം അങ്ങ് കൽപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങേ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കും. അങ്ങയുടെ സൈലൻസ് കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇല്ല എന്നല്ല കർത്താവ് അതിന്റെ അർത്ഥം. അങ്ങ് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലതിനൊക്കെയും വേണ്ടി കർത്താവ് ഞങ്ങളെ കുടുംബങ്ങളായ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ കർത്താവ്. ഈ പകൽക്കാലം ഹല്ലേലൂയ, അതിൽ പൂർണ്ണമായും ആശ്രയിപ്പാൻ, വിശ്വസിപ്പാൻ, അതിൽ തന്നെ ആശിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളെയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ദൈവങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കും. മഹത്വം, മാനം എന്റെ കർത്താവ് എടുക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. വചനങ്ങളാൽ കർത്താവിന്റെ ആത്മാവിനെ ഓരോരുത്തരും പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. God bless you all.